കാലത്തെ കവിത കാൽപ്പനിക കവിതയിൽ നിന്നും ആധുനികതയിൽ നിന്നും ഒക്കെ തന്നെ മുന്നോട്ട് പോയി ഈ അധികാര സ്ഥാനങ്ങളോടുള്ള കലഹവും നമ്മുടെ സ്വന്തം സബ്ജക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് എത്രയോ അകലേക്ക് മാറി ഓരോ കവിയും വളരെ ഡിഫറൻ്റായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് തങ്ങളുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയുടെ വലിയൊരു സ്വാധീനം കൊണ്ട് നമുക്ക് ആർക്കും നമ്മുടെ ചിന്തകളൊക്കെ സ്വതന്ത്രമായി പ്രകാശിപ്പിക്കാം എന്നൊരു സ്വാതന്ത്ര്യം കൂടി നമുക്ക് സോഷ്യൽ മീഡിയ തരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ മിക്ക യൂണിവേഴ്സിറ്റികളിലും ക്രിയേറ്റീവ് റൈറ്റിംഗ് സിലബസിലുണ്ട്. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുണ്ടോ എനിക്കറിയില്ല, ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് നമുക്ക് ഈ കവിതയുടെ പാചകശാല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വിഷയമായിട്ട് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിക്കുന്നു. ഫിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ MTയുടെ കാഥികൻ്റെ പണിപ്പുര, കാഥികൻ്റെ കല, അങ്ങനെയുള്ള ധാരാളം പുസ്തകങ്ങൾ നമുക്കുണ്ട്. കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കവിതയുടെ ഈ പാചകശാലയിലെ ചില പാചകക്കുറിപ്പുകളുള്ള KV രാമകൃഷ്ണൻ മാഷുടെ ഒരു പുസ്തകമുണ്ട്. അക്കിത്തത്തിൻ്റെ കവിതയിലെ വൃത്തവും ചതുരവും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇപ്പം കാലങ്ങളായിട്ട് ഞാൻ പണ്ട് കാലത്തൊരു ക്യാമ്പ് ജീവിയായിരുന്നു. കവിതാ ക്യാമ്പുകൾക്കൊക്കെ ധാരാളം പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. അന്ന് ഒരു 25 കൊല്ലം മുമ്പ് ക്യാമ്പിലുള്ള വിഷയം തന്നെ ഇപ്പോഴും കവിതാ ക്യാമ്പുകളിലുണ്ടെന്ന് തോന്നുന്നു. കവിതയ്ക്ക് വൃത്തം വേണോ വേണ്ടയോ? കാലം മാറിയിട്ടും ആ ഒരു ചർച്ച മാറുന്നില്ല ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ശരിക്കും കവിത എങ്ങനെ എഴുതണം ഇത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. 1000 കവിത വായിച്ചാൽ അരക്കവിയാവുമെന്ന് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് ഞാനത് ശരിക്കും മാത്തമാറ്റിക്കലായിട്ട് എടുത്ത് ഞാൻ വിചാരിച്ചു 2000 കവിത വായിച്ചു കഴിഞ്ഞാൽ ഒരു കവിയാവാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷേ അത് ഒരു പഴയ പറച്ചിലാണെങ്കിൽ പോലും അതിൽ വലിയൊരു സംഗതിയുണ്ട്. നമുക്ക് ഇപ്പം നിങ്ങളൊക്കെ സാഹിത്യം പഠിക്കുന്ന കുട്ടികളാണ്. സിലബസിലില്ലാത്ത കവിതകൾ നിങ്ങൾ വായിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ കുറേ പേര് കവിത എഴുതുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ കവിത വായിക്കുന്നവർ അത് ഒരു വലിയ കാര്യമാണ്. കാരണം നിങ്ങളെയോ എൻ്റെയോ കുറ്റമല്ല, നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അത് സോഷ്യൽ മീഡിയയുടെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളൊക്കെ ഒരുപാട് സെൽഫ് സെൻറ്റേർഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കവി സമ്മേളനങ്ങൾക്കൊക്കെ പോകാറുണ്ട് ഞങ്ങളൊക്കെ. ഈ കവി സമ്മേളനങ്ങൾക്ക് പോകുമ്പോൾ ഒരാൾ അവരവരുടെ വരികൾ ആവർത്തിച്ച് ചൊല്ലുകയും അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റുള്ളവർ കവിത ചൊല്ലുമ്പോൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പല കവിയരങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറയാൻ ഇത് കവിയരങ്ങളുടെ കാര്യമല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലെല്ലാം നമ്മൾ സെൽഫ് സെൻറ്റേർഡായിട്ട് മാറുന്നതിൻ്റെ ഒരു വലിയ ട്രാജഡി നമ്മുടെ എഴുത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ മറ്റുള്ളവരുടെ കവിത വായിക്കുമ്പോൾ ആ വായിച്ചതിനെക്കുറിച്ച് അവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ ചലനാത്മകമായിട്ട് അങ്ങനെ നിലനിൽക്കുന്ന ഒരു ഭയങ്കര പ്രോട്ടിയസ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് ദേവനുണ്ട്. അത് ജലരൂപിയായിട്ട് ജലം പോലെ ഏത് പാത്രത്തിൽ ഒഴിച്ചാലും രൂപം മാറുന്ന ആ പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്ന ജലം പോലെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിയുന്ന പ്രോട്ടിയസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ദേവനെ പോലെയാണ് കവിതയുടെ സ്വഭാവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ രൂപം മാറാൻ കഴിയുന്ന മാനായും മയിലായും ഒക്കെ രൂപം മാറാൻ കഴിയുന്ന ഗന്ധർവനെ പോലെയുള്ള ഒരു സ്വഭാവം കവിതയ്ക്കുണ്ട്. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് തീർച്ചയായിട്ടും കവിയാണ്. ഞാൻ എന്തെഴുതണം എന്തെഴുതാതിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലുള്ള ഒരു ജാഗ്രത, സൂക്ഷ്മത, ദ സ്പാർക്ക് ഫ്രം ഹെവൻ എന്നൊക്കെ നമ്മൾ പഴയ കാലത്ത് പറയുന്ന സാധനം അതങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അതിനപ്പുറം തിരുത്തപ്പെടേണ്ടത് കൂടിയാണ് കവിത. നമ്മൾ ആരും പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യരല്ല. നമ്മൾ എഴുതുന്നത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. ആ വാക്ക് വേറൊരാൾക്കും മാറ്റാൻ പറ്റാത്തതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അങ്ങനെ ഏറ്റവും അധികം ഞാൻ
ഒരു 1-2 കവിത വായിക്കാമെന്ന് വിചാരിച്ച് കവിത കൊണ്ടുവന്നു. നനവുള്ള മിന്നൽ എന്ന് പറഞ്ഞ പുസ്തകം, അത് പിന്നെ വായിക്കാം കൊണ്ടുവന്നു. അപ്പോൾ അത് വളരെ ജാഗ്രതയോടെ, വാക്കുകൾ കൂർപ്പിച്ച് ആഴത്തിൽ സൂക്ഷ്മതയോടെ ഏറ്റവും ചുരുക്കി ഉപയോഗിക്കുക എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് പ്രശസ്ത കവി മനോജ് കുറൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സിനിമാ ഗാനങ്ങളെക്കുറിച്ചുള്ള ഒരു പോസ്റ്റായിരുന്നു, കുറേ കാലം മുമ്പാണ്. അപ്പം അതിൽ കുറച്ചൊരു 10-20 വാക്കുകൾ നിരത്തി എഴുതിയിട്ട്, അത്ര വാക്കുകൾ ഉണ്ടെങ്കിൽ ഒരു 10 പാട്ട് എഴുതാൻ പറ്റും നല്ല വൊക്കാബുലറി ഉള്ള ഒരാൾക്ക്. നിലാവ്, സന്ധ്യ, ചക്രവാളം, മുല്ലപ്പൂവ്, മഞ്ഞ്, അങ്ങനെ കുറേ വാക്കുകൾ പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ കോളേജ് മാഗസിനിലൊക്കെ എഴുതുന്ന കാലത്ത്, കുട്ടികളായിരിക്കുന്ന സമയത്ത്, ഞാനും നിങ്ങളും ഒക്കെ കവിത ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് കവിത എഴുതണം. ഇപ്പം മത്സരങ്ങൾക്ക് നമ്മൾ കവിത എഴുതാറില്ലേ? കോളേജിലോ സ്കൂളിലോ ഒക്കെ നടത്തുന്ന മത്സരങ്ങൾക്ക് കവിത എഴുതുമ്പോൾ ഇതിൽ നിലാവിനെ കൊണ്ടുവന്നില്ലെങ്കിലോ മഴയെ കൊണ്ടുവന്നില്ലെങ്കിലോ ഒരു സമാധാനം ഇല്ല. അതില്ലെങ്കിൽ അത് സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് പാകത്തിനെന്ന് പറയുന്നത് പോലെ നിലാവ് ഒരു കവിതയിൽ ചേർത്തില്ലെങ്കിൽ വലിയ പ്രശ്നം. ആ കവിത അത് ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള കുറേ സ്റ്റോക്ക് വേർഡ്സ് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉപബോധത്തിൽ നമ്മൾ അതിനെ അങ്ങനെ കരുതി വെക്കുന്നു. ഏത് കവിത എഴുതിയാലും എടുത്ത് വാരി വിതറാനായിട്ട്. അങ്ങനെയുള്ള പരിചിത പദങ്ങളിൽ നിന്ന് നമ്മൾ മോചനം നേടുക എന്നുള്ളതാണ് കവിത എഴുത്തിൻ്റെ ആദ്യ പടി എന്ന് എനിക്ക് തോന്നുന്നു. മാക്സിമം നമ്മൾ ഡിഫറൻ്റ് ആവുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഏറ്റവും കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പക്ഷേ ഏറ്റവും സൂക്ഷ്മമായ വാക്ക്, അത് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് സാധിക്കുന്നതിലേക്കുള്ള യാത്രയാണ് ഒരു നല്ല കവിയിലേക്കുള്ള നമ്മുടെ യാത്ര എന്നാണ് തോന്നുന്നത്. ലോബ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് വളരെ കാവ്യാത്മകമായ ഒരു പരാമർശമാണ് കവിതയെക്കുറിച്ച് നടത്തിയത്, അല്ലേ? ശ്രദ്ധിച്ച് കാണും. മാനായും മയിലായും, അല്ലേ, അങ്ങനെ പകർന്ന ആടുന്ന കവിതയെക്കുറിച്ച് പറഞ്ഞു. പല 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 വെള്ളം പോലെ, അല്ലേ, വെള്ളം പോലെ എങ്ങനെ വേണമെങ്കിൽ രൂപം പകർന്നാടാൻ കഴിയുന്ന കവിതയെക്കുറിച്ച് ലോബ പറഞ്ഞത് വളരെ കാവ്യാത്മകമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ലോബ സൂചിപ്പിച്ചൊരു കാര്യം ശരിക്കും ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതായത് കവിത ചലനാത്മകമാണ്, കവിത മുന്നോട്ട് പോകുന്നു, പുതിയ ധാരാളം എഴുത്തുകാർ ഉണ്ടാവുന്നുണ്ട്. പട്ടാമ്പി കോളേജിൽ തന്നെ എല്ലാ വർഷവും കവിതയുടെ കാർണിവൽ ഗംഭീരമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും കവിതയുടെ വായന ആ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ലോബ ചോദിക്കുകയുണ്ടായി. അത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, ഇപ്പം ഞങ്ങൾ 2 കവികൾ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുപാട് പേർ ഇതിനകത്തുണ്ടാവും. ഇത് ഞാനൊന്ന് നന്നായി പറഞ്ഞതാണേ, തിരിച്ചാണ് പറയേണ്ടത്. ഞങ്ങളുടെ പുസ്തകം വായിച്ചവർ വളരെ അപൂർവം 1-2 പേരെ ഇതിനകത്ത് കാണൂ എന്നാണ് ശരിക്കും പറയേണ്ടത്. കവിതയുടെ വായന അങ്ങനെയാണ്. അത് ഗൗരവത്തോടെ വായിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു ശീലം നമുക്കുണ്ടായി? കവിത മാത്രമല്ല കേട്ടോ, പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു വായനയെക്കുറിച്ച് എൻ്റെ ഒരു നിരീക്ഷണം, വായിക്കുന്നവരല്ല, വായിക്കുന്നവരായി നടിക്കുന്നവരാണ് കൂടുതൽ. വായിക്കുന്നവരായി നടിക്കലാണ് പ്രധാനം എന്നൊരു ധാരണ അവിടെ ഉറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ വായിക്കലല്ല പ്രധാനം, കവിതയുടെ വായിക്കലല്ല പ്രധാനം, കവിത വായിക്കുക എന്നുള്ളതല്ല പ്രധാനം, നിങ്ങളെങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. കാണപ്പെടലിൻ്റെ ഒരു സംസ്കാരം കേരളത്തിൽ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിൻ്റെ ഇടയിൽ വലുതായി ഉറച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ കവിത എഴുതണമെന്ന് പോലുമില്ല, കവിയായി കാണപ്പെട്ടാൽ മാത്രം മതി. നിങ്ങൾ കവിത ഒന്നും എഴുതണമെന്നില്ല. നീ എന്തെങ്കിലും കവിത എഴുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വായിക്കുകയും വേണ്ട, മറിച്ച് നിങ്ങൾ കവിയായി കാണപ്പെട്ടാൽ മതി. ഇതേപോലെ വേദികളിൽ ഇങ്ങനെ കവിയായിട്ട് പ്രത്യക്ഷപ്പെടുക, ഞങ്ങൾക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. കവികൾ പോലും സത്യം പറഞ്ഞാൽ ആ കെണിയിൽ വീണിട്ടുണ്ട്. കാരണം കവികൾ പോലും എൻ്റെ കവിത വായിക്കപ്പെടണം എന്നല്ല കവി ആഗ്രഹിക്കുന്നത്, മറിച്ച് എന്താണ്, ഞാൻ കാണപ്പെടണം എന്നുള്ളതാണ്. ഞാൻ കാണപ്പെടുക, അതൊരു തരം കട്ടൗട്ട് സംസ്കാരം തന്നെ. സിനിമയിലൊക്കെ കാണുന്നൊരു കട്ടൗട്ട് സംസ്കാരം ഉണ്ടല്ലോ, അതുതന്നെയാണ്.
അത് നമ്മുടെ സാഹിത്യത്തെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. സാഹിത്യത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ തന്നെയുള്ളൊരു സംഭവമാണത്. ഈ കാണപ്പെടൽ ആണ് പ്രധാനം. കാണപ്പെട്ടാൽ മതി, വേറൊന്നും വേണ്ടതില്ല എന്ന ഒരു ബോധം കേരളീയ സമൂഹത്തെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇരയാണ് കവിത എന്നുള്ള മാധ്യമം, മറ്റ് മാധ്യമങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് കവിത എന്നുള്ള മാധ്യമം എന്ന് ഞാൻ വിചാരിക്കുന്നു. കവിയായിട്ട് കാണപ്പെടലാണ് പ്രധാനം, ഒരിക്കലും കവിത എഴുതലല്ല. എന്നോട് ആരും കഴിഞ്ഞൊരു 30 കൊല്ലത്തിൻ്റെ ഇടയിൽ പല ആവശ്യങ്ങൾക്ക് പലരും വിളിക്കാറുണ്ട്, പല പരിപാടികൾക്ക് ക്ഷണിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ എഴുതിയൊരു പുതിയ കവിത ഒന്ന് കേൾക്കൂ, ഇപ്പോൾ എഴുതാറുണ്ടോ, ഏതാണ് നിങ്ങൾ എഴുതിയ പുതിയ കവിത എന്നാരും ചോദിക്കാറില്ല. മറിച്ച് പരിപാടികൾക്ക് വിളിക്കാറുണ്ട്. എന്താ പറയുക, നാടുനീളെ പരിപാടികൾ നടക്കുന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ എഴുന്നള്ളിച്ച് കൊണ്ടുവരിക, ഇരുത്തുക എന്നുള്ളൊരു അതാണ് ആ പഴയ ഫ്യൂഡൽ ഇത് തന്നെയാണ്. എഴുന്നള്ളിച്ച് കൊണ്ടുവരിക, ഇരുത്തുക എന്നുള്ളൊരു സംസ്കാരം തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സുഹൃത്തെ, നിങ്ങളിപ്പോൾ പുതിയ എഴുതിയ കവിത എന്താണ്, ഒന്ന് ചൊല്ലിത്തരുമോ എന്ന് അടുത്ത കാലത്തൊന്നും അങ്ങനെ ആരെങ്കിലും എന്നോട് ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളിപ്പോൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ വായിക്കുന്നത്, ആരും ചോദിക്കാറില്ല, ആരും അന്വേഷിക്കാറ് പോലുമില്ല. എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെ കാണപ്പെടലാണ്. എൻ്റെ കവിത കണ്ടുവോ, എൻ്റെ പുസ്തകം കണ്ടുവോ, എൻ്റെ ഇത് കണ്ടുവോ, ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വെച്ച് തരിക. നിർബന്ധിത വായന വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. നിർബന്ധിത വായന വളരെ, നമുക്കൊക്കെ അറിയാം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. വാട്സപ്പിൽ കവിത വരുന്നു, വാട്സപ്പിലൊക്കെ എത്ര കവിതയാണ്. ഫോൺ തുറന്നു കഴിഞ്ഞാൽ കവിതകൾക്ക് കൈ കണക്കില്ല, അല്ലേ? കവിത മാത്രമല്ല കേട്ടോ, എല്ലാം. നിർബന്ധിത വായനകൾ വളരെ വളരെ കൂടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വായിക്കുന്നത് അത് മാത്രമാണ്. ഈ നിർബന്ധിത വായന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് വായിക്കാനെന്നുള്ള സമയം പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് വായനയെക്കുറിച്ച്, വായന ആണ് നമ്മുടെ ഒരു പ്രധാന തലക്കെട്ട്. വായനയെക്കുറിച്ച് എനിക്ക് തോന്നുന്ന, എൻ്റെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ, എൻ്റെ കവിത എഴുതുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രധാന കാര്യം, നമ്മൾ വായിക്കേണ്ടത് ഏറ്റവും പുതിയ ഒരു കവിത എഴുതുന്ന ആൾ എന്നുള്ള നിലയിൽ ലോകത്ത് എന്താ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും പുതിയ ലോക കവിത നമ്മൾ വായിക്കേണ്ടതുണ്ട്, ഏറ്റവും പുതിയ വേൾഡ് ലിറ്ററേച്ചർ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഏറ്റവും പഴയ മലയാള സാഹിത്യവും വായിക്കേണ്ടതുണ്ട്. ഈ രണ്ടറ്റത്തു നിന്ന് ഒരുപോലെ കൊളുത്തണം എന്നാണ് റീഡർ എന്നുള്ള നിലയിൽ എനിക്ക്, ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന കവി കൂടിയായൊരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യം. മലയാളത്തിൽ വായിക്കേണ്ടത്, നിർഭാഗ്യവശാൽ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് പലപ്പോഴും കണ്ടംപററി ആയ സാധനങ്ങൾ മാത്രമാണ്. ഇന്ന് ഫേസ്ബുക്കിൽ വന്നതാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. മലയാളത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഏറ്റവും പഴയ സാഹിത്യമാണ്. പിന്നിലേക്ക് പോകാൻ നമ്മുടെ മാതൃഭാഷയിൽ, കാരണം ഭാഷയുടെ ജീനിയസ് കിടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഏറ്റവും പഴയ മലയാള സാഹിത്യം വായിക്കണം. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന മലയാള കവിത രാമചരിതമാണ്. 12ാം നൂറ്റാണ്ടിലുണ്ടായ രാമചരിതമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വായിച്ചാൽ തിരിയുന്ന മലയാളത്തിലേക്ക്, രാമചരിത ഭാഷ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഇന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു മലയാളത്തിലേക്ക് ഇപ്പോൾ 40 പടലം പൂർത്തിയായി. അത് 164 പടലമുണ്ട്. 164 പടലവും ഇന്ന് വായിച്ചാൽ തിരിയുന്ന മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, പഴയ വൃത്തത്തിൽ തന്നെ, അതേ വൃത്തം പാലിച്ചുകൊണ്ട്. അപ്പോൾ അത് ചെയ്തു വരുമ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മലയാള ഭാഷയെക്കുറിച്ച് മനസ്സിലാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാം. ഈ രാമചരിത ഭാഷയുടെ, അല്ലെങ്കിൽ നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൻ്റെ ശരിയായ ഒരു പിന്തുടർച്ച കിടക്കുന്നത് മാപ്പിളപ്പാട്ടുകളിലാണ്. അതിൻ്റെ കൃത്യം തെളിവുകൾ രാമചരിതം സശ്രദ്ധം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മാപ്പിളപ്പാട്ടുകളിലാണ്. മാപ്പിളപ്പാട്ടുകളിലെ ഇശലുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഇശലുകളുടെയൊക്കെ മുമ്പുള്ള, അതിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള താളങ്ങളും ഈണങ്ങളും
രാമചരിതത്തിലെ വിരുത്തങ്ങളിലുണ്ട്. രാമചരിത വിരുത്തങ്ങളിൽ നമുക്കത് നമ്മുടെ പൈതൃകത്തിൻ്റെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. മാപ്പിളപ്പാട്ടിലെ താളങ്ങളും ഈണങ്ങളും ഒക്കെ നമ്മുടെ സാഹിത്യ പാരമ്പര്യത്തിൻ്റെ കൃത്യം ഭാഗമാണ്. ഇതറിയണമെങ്കിൽ രാമചരിതം വായിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇത് മനസ്സിലാവണമെങ്കിൽ രാമചരിതം പോലെ ഒരു പഴയ കൃതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ ഭാഷയുടെ ജീനിയസ് കിടക്കുന്ന ഇതുപോലുള്ള പഴയ കൃതികളിലാണ്. അത് വായിക്കണം. പുനന്നമ്പൂതിരിയുടെ ഭാഷാരാമായണ ചമ്പു പറഞ്ഞൊരു കൃതിയുണ്ട്. അത് ഇന്നെടുത്ത് വായിക്കുമ്പോഴും വളരെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്ന പുസ്തകങ്ങളാണ്. അതേസമയം ലോക കവിതയുമായി ഇന്ന് ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്ക് 52 വയസ്സായി. ഒരു 52 വയസ്സുള്ളൊരു ചൈനക്കാരൻ, എൻ്റെ അതേ പ്രായമുള്ളൊരു ചൈനക്കാരൻ അവിടെ ഇരുന്ന് എന്താവും എഴുതുന്നത്? ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ യു ജിയാൻ എന്നൊരു കവിയെ ഞാൻ കാണുന്നു. യു ജിയാൻ്റെ കവിത എന്നെ വശീകരിക്കുന്നു. ഓ, അയാൾ എൻ്റെ അതേ പ്രായമുള്ള ഒരാൾ ഏതാണ്ട്, എന്ത് ഗംഭീരമായിട്ടാണ് അയാൾ എഴുതുന്നത്. അല്ലെങ്കിൽ റൊമാനിയയിൽ ഇരുന്ന് എഴുതുന്ന ഒരു കവി, എൻ്റെ അതേ തലമുറയിൽപ്പെട്ട ഒരു കവി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് എന്തെഴുതുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ ആ രീതിയിൽ വായിക്കാറില്ല. എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ തലമുറയുടെ കവികളെ കണ്ടെത്തണം. നിങ്ങൾ ഇനിയും നെരൂദ, ബൃഹത്ത്, വിസ്ലാവ ഷിംബോസ്ക എന്നൊന്നും പറഞ്ഞിരിക്കാതെ നിങ്ങളുടെ തലമുറയുടെ കവികളെ കണ്ടെത്തണം. ഒരു 26-27 വയസ്സുള്ള മെക്സിക്കോയിലോ ഐസ്ലാൻഡിലോ അല്ലെങ്കിൽ പോളണ്ടിലോ ഹംഗറിയിലോ ഇരുന്ന് എഴുതുന്ന ഒരു 26-27 എന്താ എഴുതുന്നത് എന്ന് വായിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വായന ആ വഴിക്കല്ല പോകുന്നത്. എന്താണോ ഇന്ന് കാണപ്പെടുന്നത്, കാണപ്പെടുക എന്നുള്ള വാക്ക് ഞാൻ അടിവരയിടുകയാണ്, എന്താണോ ഇന്ന് കാണപ്പെടുന്നത് ആ കാണപ്പെടുന്നതിനെ പിന്തുടരാനാണ് പൊതുവെ മലയാളി സമൂഹത്തിന് ഇഷ്ടം. അതാണ് നമ്മുടെ ദുരന്തവും. നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം വായനയിൽ പഴയത് പുതിയത് എന്നൊരു വേർതിരിവോടെ നമ്മൾ ഒരിക്കലും വായിക്കാൻ പാടില്ല. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എഴുതപ്പെടുന്ന കവിതകൾ മാത്രമാണ് കവിത. നമുക്ക് ആ ഭാഷയുടെ ജീനിയസ് പഴയ കാലത്താണ് കിടക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഭാഷയുടെ ഒരു ശക്തി, പ്രഭാവം, അതൊക്കെ നമുക്ക് എഴുത്തച്ഛൻ്റെ കൃതികൾ വായിച്ചാൽ, അതൊന്നും മതഗ്രന്ഥങ്ങളായിട്ടൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ സാഹിത്യ കൃതികളായിട്ട് മാത്രം നമ്മൾ വായിച്ചാൽ മതി. ബൈബിളിലെ മലയാളവും, മാപ്പിള രാമായണം, മാപ്പിളപ്പാട്ട്, അങ്ങനെയുള്ള വ്യത്യസ്തമായ തരത്തിൽ ഭാഷ ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത്, അത് കനമുള്ള വാക്കും ആഴമുള്ള വാക്കും തൂവൽ പോലെയുള്ള വാക്കും ഒക്കെ എങ്ങനെ ഒരു ഓരോ കവിയും വാക്കിനെ പരിചരിക്കുന്ന രീതി, അത് ഓരോ കാലഘട്ടത്തിലും എങ്ങനെ മാറുന്നു എന്നുള്ളത്, അത് പഴയത് വായിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ സമ്പന്നരാവുകയുള്ളൂ. പഴയത് വായിച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ലോക കവിത, ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്തുണ്ടായൊരു അനുഭവം പറയാം. ലോക്ക്ഡൗൺ കാലത്ത് ഒരുപാട് ലോകത്തിലെ എല്ലാ ഭാഷയിലുമുള്ള കവികൾ ലോക്ക്ഡൗൺ കവിതകൾ എഴുതി, ധാരാളം പേര്. ആ സമയത്ത് ഇപ്പോൾ ഇംഗ്ലണ്ടിലെ പോയറ്റ് ലോറേറ്റായി, ഇപ്പോൾ അവിടുത്തെ ആസ്ഥാന കവിയായ സൈമൺ ആർമിറ്റേജ് എന്ന് പറഞ്ഞ കവി ലോക്ക്ഡൗൺ എന്ന് തന്നെ പേരിട്ടൊരു കവിത എഴുതി. അപ്പം ആ കവിത വായിച്ചപ്പോൾ അത് 16-17 നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ഈം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പ്ലേഗ്, ഒരു ഈച്ച വഴി പകരുന്ന ഒരു പ്ലേഗ് അവിടെ എല്ലായിടത്തും പരക്കുകയും അന്ന് അവിടെ ലോകത്താദ്യമായിട്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സ്ഥലം ഈ ഇംഗ്ലണ്ടിലെ ഈം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവർ നാണയങ്ങളൊക്കെ സാനിറ്റൈസറിന് പകരം അന്ന് വിനാഗിരിയിൽ കഴുകിയിട്ടാണ് നാണയങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്, വീഞ്ഞിലും അങ്ങനെ എന്തൊക്കെയോ. എന്നിട്ട്
റോലൻ പേര് മറന്നുപോയി, ഒരു കാമുകിയും കാമുകനും. അവർ ഒരു രണ്ട് ഗ്രാമങ്ങളിലുള്ളവരായിരുന്നു. നടുക്കൊരു പുഴയുണ്ടായിരുന്നു. ആ കവിതയിലുള്ളതാണ്. അപ്പം ഇവർ രണ്ടാളും ഈ പുഴയുടെ തീരത്ത് വന്ന് നിന്നാണ് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കാണുന്നത്. കാരണം അങ്ങോട്ടുള്ള ഗതാഗതം ആ സമയത്ത് നിയന്ത്രിച്ചു. ഇപ്പം രണ്ടാളും പുഴയുടെ രണ്ടറ്റത്ത് വന്ന് നിന്ന് ദിവസവും കണ്ടിട്ട് പോകും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ വരാതെയായി. കുറേ നാൾ അയാൾ അപ്പുറത്ത് ആ അടുത്ത വശത്ത് വന്ന് നിന്നിട്ട് അയാൾ മടങ്ങിപ്പോയി. അപ്പോൾ അവൾ മരിച്ചു എന്നാണ്. വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാർഗമൊന്നുമില്ലാത്ത ഒരു കാലത്ത് ഉള്ള ഒരു ആദ്യത്തെ ലോക്ക്ഡൗൺ. ഇതൊക്കെ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് വേറെ ഏതോ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് കവിതയിലൂടെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഭാഷയിലുമുള്ള കവിതകൾ, നിങ്ങൾ മലയാളം വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഷയിലുമുള്ള കവിതകൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് വിവർത്തനത്തിൽ കിട്ടും. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വായന എന്നുള്ളത് എഴുത്തിൽ വലിയൊരു ഘടകമാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു 37 വയസ്സിൽ മരിച്ച കവിയാണ് നമ്മുടെ ചങ്ങമ്പുഴ. ഇത്രയധികം വിദേശ ഭാഷകളിൽ നിന്നുള്ള കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത മറ്റൊരു കവി ഇല്ലെന്ന് തോന്നുന്നു. അത്രയും ചെറിയ പ്രായത്തിൽ ജാപ്പനീസ് കവിതകളും റഷ്യൻ കവിതകളും ഒക്കെ ചൈനീസ് കവിതകളൊക്കെ ചെയ്തിട്ടുണ്ട് ചങ്ങമ്പുഴ. അപ്പോൾ അന്ന് ഇൻ്റർനെറ്റ് ഇല്ല. മറ്റേ എങ്ങനെ ഈ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു, എവിടുന്ന് ചെയ്തു, ഞാൻ എപ്പോഴും അതിശയത്തോടെ വിചാരിക്കാറുണ്ട്. ചങ്ങമ്പുഴ വിവർത്തനം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വിവർത്തനം പോലെ തന്നെ അത് ചങ്ങമ്പുഴയുടെ കവിതയായിട്ട് മാറും. എങ്കിൽ പോലും അനേകം ഭാഷകളിൽ നിന്നുള്ള കവിതകൾ ആ ഒരു 1948 മരിച്ചു ചങ്ങമ്പുഴ. അപ്പോൾ 1948 മുമ്പ് ഇൻ്റർനെറ്റോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ സ്നാപ്ചാറ്റോ ഒന്നും ഇല്ലാത്ത കാലത്താണ് ചങ്ങമ്പുഴ ലൈബ്രറികളിൽ നിന്ന് കിട്ടുന്ന ഇംഗ്ലീഷ് വിവർത്തനങ്ങളായിരിക്കും. അതിനൊക്കെ എത്ര ആധികാരികത ഉണ്ടെന്ന് പോലും അറിയില്ല. പക്ഷേ അത് വായിച്ചു എന്നുള്ളതാണ്. വായിച്ചു, വിവർത്തനം ചെയ്തു, വലിയ വലിയ അറ്റംപ്റ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഈ കവിത എഴുത്ത് കൂടാതെ ഏറ്റവും നല്ലൊരു എക്സർസൈസ് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിവർത്തനം. അത് നന്നാവണം എന്നില്ല, ചിലപ്പോൾ ഒരുപാട് അറ്റംപ്റ്റുകളിലൂടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് അങ്ങേയറ്റം നന്നാവും എന്ന് എനിക്ക് തോന്നുന്നത്. വിവർത്തനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ല വേറൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ഇതെനിക്ക് എൻ്റെ ഭാഷയിൽ, ഇതിനെപ്പറ്റി എൻ്റെ ഭാഷയിൽ ആലോചിക്കണം എന്ന് തോന്നുന്ന കവിതകൾ നമുക്ക് വിവർത്തനം ചെയ്യാവുന്നതാണ് ശരിക്കും. അതിനൊക്കെ നമ്മുടെ വായന തന്നെ നമുക്കൊരു മൂലധനമായിട്ടുള്ളൂ ശരിക്കും. ഈ കവിത എഴുത്തിനെക്കുറിച്ച് കൂടിയാണ് ഇടശ്ശേരിയുടെ പുരപ്പണി എന്ന് പറഞ്ഞ കവിത. പുരപ്പണി എന്ന് പറഞ്ഞ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പഠിക്കാനോ മറ്റോ ഉണ്ടോ? പുരപ്പണിയിലാണ് അരിപ്പമാണെല്ലാം ഇരിപ്പുമില്ലൊട്ടും പരിഭ്രമിച്ചോട്ടം. ആ കവിത ഏത് ടാറ്റയാണെങ്കിലും അംബാനിയാണെങ്കിലും ഏറ്റവും കഷ്ടപ്പെടുന്ന കാലമാണ് വീടുപണി. എത്ര വലിയ ധനികനും കഷ്ടകാലം വരുന്ന സമയമാണ് വീടുപണി. ഇപ്പം കവി വീട് വെക്കുന്നു, ഒരു കിളി വീടുണ്ടാക്കുന്നത് പോലെ, അതിൻ്റെ കൂടുണ്ടാക്കുന്നത് പോലെ, നാരും ചകിരിയും ചെളിയും ഒക്കെ ചേർത്ത് വീടുണ്ടാക്കുന്നത് പോലെ കവി തൻ്റെ വീട് വെക്കുന്ന പരിഭ്രമത്തിലാണ്. അങ്ങനെ വീട് വെച്ചു. അത് കഴിഞ്ഞ് പറയുകയാണ് കവി, ആ കവിത തീരുന്ന സമയത്ത് പറയുവാണ്, ഇവിടെ ഒരാൾ വരും, ഇതിന് മാർക്കിടാൻ, ഇത് നോക്കാൻ ഒരാൾ വരും. ആ വരുന്ന പല നൂറ്റാണ്ടിൻ്റെ രുചിപ്രഭേദങ്ങൾ, പല സംസ്കാരത്തിൻ പ്രയോഗരീതികൾ, ഒടുവിലൻ പുരപ്പണി വന്നു കാണും ഒരാൾ, കലർപ്പിൻ്റെ കലവറ പോലെ ഉയരും ഈ ഗൃഹം നടന്നു കാണുമ്പോൾ. ചിരിച്ചാലും കൊള്ളാം, കയർത്താലും കൊള്ളാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഇതിന് ആൾക്കാർ എന്ത് മാർക്ക് വേണമെങ്കിലും ഇട്ടോട്ടെ, ഇതിനെ എങ്ങനെയും അസസ് ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞു പോകരുത്, ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. അപ്പോൾ നമ്മുടെ ഒരു സ്വത്വം നിലനിർത്തുക എന്നുള്ളതും കവിത എഴുത്തിൽ നമുക്ക് ഒരു വലിയ വെല്ലുവിളിയും ബാധ്യതയും നിർബന്ധവുമാണ്. നമ്മുടേത് എത്ര മോശവുമായിക്കോട്ടെ, പക്ഷേ അത് യുണീക്കാവുക, അതുല്യമാവുക എന്നുള്ളത് അത് നമ്മുടേത് മാത്രമായിരിക്കണം. വേറൊരാളുടെ കവിത പോലെയാണെന്ന് പറയരുത്. നമ്മൾ എഴുതുന്നത് നമ്മുടേത് മാത്രമാവുന്നു. പറഞ്ഞു പോകരുത്, ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. എടശ്ശേരിയെ ഓർമ്മിച്ചത് വളരെ അവസരോചിതമാണ്. കാരണം എടശ്ശേരിയുടെ മരിച്ച് 50 വർഷം, അതെ, 16-ാം തീയതി ആണ് പൂർത്തിയായത്. തീർച്ചയായിട്ടും വളരെ അവസരോചിതമാണ്. ഞാനൊരു കവിത വായിക്കാം. ഇത് ഒരു പുതിയ ഇംഗ്ലീഷ് കവിയുടെ ഒരു കവിത മലയാളത്തിലാക്കിയതാണ്.
ഈ കവിത കേട്ടിട്ട് ഈ കവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ കവി എങ്ങനെ കവിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ കവിതയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ? കവിതയുടെ പേര് എന്താ എന്നാണ്. എന്താ? കവിയുടെ പേര് റെയ്മണ്ട് ആൻഡ്രോബസ് എന്നാണ്. ചെറിയൊരു കവിത. ഇംഗ്ലീഷ് കവിയാണ് ഇദ്ദേഹം, ലണ്ടൻകാരനാണ്. ഇന്ന് ഇംഗ്ലീഷിലെ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവികളിൽ ഒരാളാണ് റെയ്മണ്ട് ആൻഡ്രോബസ്. ഒരു 35-36 വയസ്സുണ്ടാവും. എന്താ? എന്താ? സ്വന്തം ശബ്ദസാരത്തെ പ്രണയിച്ച് കണ്ണാടികളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വാക്ക്. സ്വന്തം ശബ്ദസാരത്തെ പ്രണയിച്ച് കണ്ണാടികളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വാക്ക്. എന്താ? ഒറ്റ വാക്കുള്ള ഒരു ചോദ്യമാണ് ഞാൻ. ഒറ്റ മനുഷ്യൻ്റെ ക്ഷമ പരിശോധന. എന്താ? ചെവികളില്ലാതെ നാം ഏത് ഭാഷ സംസാരിക്കും? ചെവികളില്ലാതെ നാം ഏത് ഭാഷ സംസാരിക്കും? എന്താ? എല്ലാം ഞാൻ കേൾക്കുന്ന ഒരു ലോകമോ സ്വർഗം? എല്ലാം ഞാൻ കേൾക്കുന്ന ഒരു ലോകമോ സ്വർഗം? എന്താ? ഒരുപാട് കൈകളുണ്ടെങ്കിൽ ഏതുകൊണ്ട് പിടിക്കണം എന്ന് എൻ്റെ തലച്ചോറ് എങ്ങനെ അറിയും? ഒരുപാട് കൈകളുണ്ടെങ്കിൽ ഏതുകൊണ്ട് പിടിക്കണം എന്ന് എൻ്റെ തലച്ചോറ് എങ്ങനെ അറിയും? ഇത്രയുള്ളൂ കവിത. ഞാൻ ഒന്നുകൂടി വായിക്കാം. എന്താ എന്നാണ് കവിതയുടെ പേര്. എന്താ? സ്വന്തം ശബ്ദസാരത്തെ പ്രണയിച്ച് കണ്ണാടികളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വാക്ക്. എന്താ? ഒറ്റ വാക്കുള്ള ഒരു ചോദ്യമാണ് ഞാൻ. ഒറ്റ മനുഷ്യൻ്റെ ക്ഷമ പരിശോധന. എന്താ? ചെവികളില്ലാതെ നാം ഏത് ഭാഷ സംസാരിക്കും? എന്താ? എല്ലാം ഞാൻ കേൾക്കുന്ന ഒരു ലോകമോ സ്വർഗം? എന്താ? ഒരുപാട് കൈകളുണ്ടെങ്കിൽ ഏതുകൊണ്ട് പിടിക്കണം എന്ന് എൻ്റെ തലച്ചോറ് എങ്ങനെ അറിയും? ഈ കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതെഴുതിയ കവിയെക്കുറിച്ച് എന്തെങ്കിലും ചില സൂചനകൾ ഈ കവിത വെച്ച് പറയാൻ കഴിയുമോ? ലോകത്തിൻ്റെ പല ഭാഷകളിലുള്ള കവിത വായിക്കുമ്പോൾ നമുക്ക് പുതിയ ലോകങ്ങൾ കിട്ടും. ഈ കവിത ജന്മനാ ഭാഷയില്ലാത്തൊരു മനുഷ്യൻ എഴുതിയ കവിതയാണ്. അതായത് ജന്മനാ ബധിരനായ ഒരു കവിയുടെ കവിതയാണ് ഞാൻ വായിച്ചത്. അയാൾ ജന്മനാ ശ്രവണശക്തിയില്ല, ബധിരനാണ്. അയാൾ കഷ്ടപ്പെട്ട് കുട്ടിക്കാലത്ത് വാക്ക് പഠിക്കുകയാണ്, ഭാഷ പഠിക്കുകയാണ്, സ്വന്തം മാതൃഭാഷ പഠിക്കുകയാണ്. അയാൾ പഠിച്ച് 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 അതിൽ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ആദ്യം ഒരു ബ്ലാങ്കായിട്ടുള്ള ഭാഷയായിരുന്നു, ഇടയ്ക്ക് ഓട്ടയും പിടവുക്കുള്ളൊരു ഭാഷയായിരുന്നു എന്നാണ് പറയണത്. ഞാൻ എഴുതുന്നത് നിറയെ ഓട്ടകളും പിടവുകളും ഒക്കെ ഉള്ളൊരു ഭാഷയിലാണ് ഞാൻ എഴുതുന്നത് എന്ന് പറയുന്നൊരു കവിയാണ് ഇദ്ദേഹം. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങി. അതാണ് ഈ ഭാഷ, ഇതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം കേട്ടുപഠിച്ച ഭാഷയിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. ഇന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ചെറുപ്പക്കാരായ കവികളിൽ ഒരാൾ ഭാഷയില്ലാത്ത ഈ മനുഷ്യനാണ്. എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഈ മനുഷ്യനാണ്, ശ്രവണശക്തിയില്ലാത്ത ഈ മനുഷ്യനാണ്. അങ്ങേരുടെ പുസ്തകം പെഴ്സവറൻസ്, അതാണ് ആദ്യത്തെ പുസ്തകം. പെഴ്സവറൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ സ്ഥിരപ്രയത്നം എന്നൊക്കെയാണ്. സ്ഥിരപ്രയത്നം എന്നാണ്. അങ്ങനെ സ്ഥിരപ്രയത്നത്തിലൂടെ ഭാഷയിലേക്ക് വന്ന ഒരു മനുഷ്യൻ എഴുതിയ കവിതയാണിത്. അപ്പോൾ ഭാഷയുടെ പുതിയ സാധ്യതകൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ കവിതയിൽ മുമ്പ് കവിതയിലേക്ക് വരാത്ത പല ശബ്ദങ്ങളും അല്ലേ ഇന്ന് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ക്വീർ കവിതയെക്കുറിച്ച് വരെ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. ക്വീർ കവിതയെക്കുറിച്ച് വരെ നമ്മൾ സംസാരിക്കുന്നു. ഒരു കാലത്ത് പെൺകവിതയെക്കുറിച്ച്, സ്ത്രീ കവിതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു.
ഇപ്പോൾ നമ്മൾ ക്വീർ കവിതയെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ കവിതയുടെ ജനാധിപത്യവൽക്കരണത്തിൽ മുമ്പ് അതിൻ്റെ മുഖ്യധാരയിലേക്ക് വരാത്ത ശബ്ദങ്ങൾ കടന്നു വന്ന് കവിത ഒരു സാമൂഹ്യ മാധ്യമം എന്നുള്ള നിലയിൽ വികസിച്ച് വരികയാണ്. കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിൻ്റെ ഇടയിൽ മലയാള കവിതയ്ക്കുണ്ടായ മാറ്റം അതാണ്. ഒരു സാമൂഹ്യ മാധ്യമം എന്നുള്ള നിലയിൽ കവിത വിപുലീകരിക്കപ്പെട്ടു. ആ വിപുലീകരണത്തിൻ്റെ ചരിത്രമാണ് മലയാള കവിതയുടെ ചരിത്രം. ഒരു കാലത്ത് അപ്പർ കാസ്റ്റ് ആൾക്കാർ മാത്രം, പുരുഷൻ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കവിത പല കാലത്ത് മറ്റ് പല ശബ്ദങ്ങളും കലർന്ന് വരികയും കവിത തിടം വച്ച് വരികയും ചെയ്തു, അല്ലേ? കവിതയുടെ ഒരു ജനാധിപത്യവൽക്കരണം സംഭവിക്കുന്നുണ്ട്. അത് വെറുതെ സംഭവിച്ചതൊന്നുമല്ല. മറ്റു ഭാഷകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയും കൊടുക്കവാങ്ങലുകളിലൂടെയും തന്നെയാണ് നമ്മുടെ സാഹിത്യം ഈ തരത്തിൽ വിപുലീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റു ഭാഷകളിലെ കൃതികൾ വായിക്കുമ്പോൾ, ഇപ്പോൾ ഈ കവിത വായിച്ചിട്ട്, റെയ്മണ്ട് ആൻഡ്രോമസിൻ്റെ കവിത വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ എന്തൊക്കെ സാധ്യതകളുണ്ട്. ഇവിടെ കണ്ണ് കാണാത്ത ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, അല്ലേ? ചെവി കേൾക്കാത്തവരുണ്ട്. അവരെയൊക്കെ നമ്മൾ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അവരെയൊക്കെ ഭാഷയ്ക്കും കവിതയ്ക്കും സംസ്കാരത്തിനും ഒക്കെ മറുപുറത്തേക്ക് പടിയടച്ച് പിണ്ടം വെച്ച ഒരു സമൂഹമാണ് നമ്മുടെ. ഇവർക്കൊക്കെ സംസാരിക്കാൻ വേണ്ടിയുള്ളതല്ലേ കവിത എന്നുള്ള മാധ്യമം, അല്ലേ? അവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള മാധ്യമമല്ലേ കവിത? അതല്ലേ കവിതയുടെ സ്കോപ്പ്? അതിനല്ലേ കവിത? ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമല്ലേ കവിത? തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുമ്പോൾ, ഏറ്റവും പുതിയ ലോക കവിതയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുമ്പോൾ, നമ്മുടെ കവിത ഒരല്പം കൂടി ചലിക്കും, ഒരല്പം കൂടി മുന്നോട്ട് നീങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ചങ്ങമ്പുഴയൊക്കെ ചെയ്ത വിവർത്തന ശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചങ്ങമ്പുഴയുടെയൊക്കെ കാലത്ത് പുസ്തകങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഇന്ന് നമുക്കൊരു പ്രയാസമില്ല. ഇന്ന് പുസ്തകങ്ങളൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്, അല്ലേ? കവിതാ പുസ്തകങ്ങളൊക്കെ പ്രത്യേകിച്ചും. നോവലൊക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. നോവല് ഒരു കച്ചവട സാധനം കൂടിയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ പണത്തിൻ്റെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് പുതിയൊരു വിദേശ നോവൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ കിട്ടണമെന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, കഴിഞ്ഞ കൊല്ലം എഴുതിയ ഏറ്റവും പുതിയ യൂറോപ്യൻ കവിതാ പുസ്തകം ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. കാരണം കവിത അവിടെയും അതേടോ ആർക്കും വേണ്ട, കേരളത്തിലെ പോലെയൊക്കെ തന്നെയാണ്. യൂറോപ്പിലും അതൊന്നും ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പുതിയ കവികൾ ലോക കവിത വായിക്കാൻ യാതൊരു പ്രയാസമില്ല. മറ്റേ ചില പൈറേറ്റഡ് സൈറ്റുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യും. കവിതാ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ കാരണം അത് ആർക്കും വേണ്ടല്ലോ, ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ പുതിയ പുസ്തകങ്ങൾ നമുക്ക് അവൈലബിളാണ്. ചങ്ങമ്പുഴയുടെ കാലമല്ല ഇത്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്ര. അതുകൊണ്ട് നിങ്ങളുടെ തലമുറ, അപ്പോൾ 22-23 വയസ്സുള്ള പിള്ളേർ എന്താ എഴുതുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്താ നിങ്ങൾ എഴുതുന്നത്. ലോകത്ത് നിങ്ങളുടെ പ്രായമുള്ള ഒരു ചൈനക്കാരി എന്താ എഴുതുന്നത്, അത് നമുക്കറിയണം, നമുക്കറിയണ്ടേ? അത് അറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ? അറിയണം എന്നാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ പഴയ മനുഷ്യർ പോലും അങ്ങനെ ചിന്തിച്ചിരുന്നു. ചങ്ങമ്പുഴയുടെ കാലത്ത് തന്നെ ജീവിച്ച വേറൊരു എഴുത്തുകാരനെ കുറിച്ച് ഞാൻ പറയാം. കേസരി ബാലകൃഷ്ണപിള്ള എന്നാ പേര്. കേസരി ബാലകൃഷ്ണപിള്ള ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു പണി പരിഭാഷകളാണ്. കവിതയിലധികം കൈവച്ചിട്ടില്ല, കവിത കുറവാണ്. പക്ഷേ നാടകങ്ങൾ, ചെറുകഥകൾ, നോവലുകൾ, ചെറിയ നോവലറ്റുകൾ ഒക്കെ അദ്ദേഹം ധാരാളമായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ചെറുകഥകൾ ഒരുപാട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേസരി ചെയ്ത പരിഭാഷയുടെ ഒരു പ്രത്യേകത, തൻ്റെ തലമുറയുടെ എഴുത്തുകാരെ കണ്ടുപിടിച്ച് പരിഭാഷപ്പെടുത്താൻ അദ്ദേഹത്തിന് അസാമാന്യമായ വൈഭവം ഉണ്ടായിരുന്നു. തൻ്റെ അതേ പ്രായമുള്ള എഴുത്തുകാരെ, ഇപ്പോൾ കാറൽ ചാപ്പക്കിനെ പോലെ ഉള്ള ഒരു ചെക്ക് എഴുത്തുകാരനെ, കാറൽ ചാപ്പക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് സാഹിത്യത്തിന്, ചെക്കോസ്ലോവാക്യൻ എന്നാ രാജ്യമില്ല, പഴയ ചെക്കോസ്ലോവാക്യയിലെ 20-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട റൈറ്ററാണ്. കേസരിയേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ്. അയാളുടെ കഥ വരെ
കേസരി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തൻ്റെ നോക്കൂ, ഇത്രയൊന്നും വിനിമയ സൗകര്യമില്ലാത്തൊരു കാലത്ത് യൂറോപ്പിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം സഞ്ചരിച്ച് ഇവിടെ എത്താൻ, അതിനെക്കുറിച്ചുള്ള അറിവ് ഇവിടെ എത്താൻ 50-100 കൊല്ലം പിടിക്കുന്നൊരു കാലത്ത് തൻ്റെ തലമുറയിൽപ്പെട്ട എഴുത്തുകാരെ കണ്ടുപിടിച്ച് വായിക്കാനും മലയാളത്തിലാക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കേസരി ശ്രമിച്ചിട്ടുണ്ട്. ഫേസ് ടു ഫേസ്, ലോക സാഹിത്യത്തിന് മുഖാമുഖം നിൽക്കുക എന്ന് പറയില്ലേ, അത് ചെയ്ത ഒരു റൈറ്ററാണ് കേസരി ബാലകൃഷ്ണപിള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ ഓർമ്മിക്കുക കൂടി വേണം ഈ സമയത്ത്. ലോക സാഹിത്യത്തിന് മുഖാമുഖം നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അറിഞ്ഞുമാവാം, അറിയാതെയും ആവാം. അറിയാതെ ചെയ്തവരുണ്ട് കേട്ടോ. അറിയാതെ ലോക സാഹിത്യത്തിന് മുഖാമുഖം നിന്ന എഴുത്തുകാർ നമുക്കുണ്ട്. അറിയാതെ ഉണ്ണായി വാര്യർ അങ്ങനെയായിരുന്നു. ഉണ്ണായി വാര്യരെ ലോക സാഹിത്യത്തിന് നളചരിതം എന്ന ഒറ്റ കൃതി കൊണ്ട് മാത്രം ലോക സാഹിത്യത്തിന്, ഷേക്സ്പിയർക്ക് ഫേസ് ടു ഫേസ് നിന്ന ആളാണ് അല്ലേ. ഷേക്സ്പിയറുടെ സാഹിത്യത്തിന്, നാടകങ്ങൾക്ക് മുമ്പിൽ അങ്ങനെ നിന്ന, ലോക സാഹിത്യത്തിന് മുഖാമുഖം നിന്ന മലയാളത്തിലെ വലിയ എഴുത്തുകാരനാണ് ഉണ്ണായി വാര്യർ. കുഞ്ചൻ നമ്പ്യാരും അതെ, ലോക സാഹിത്യത്തിന് മുഖാമുഖം നിന്ന എഴുത്തുകാരനാണ്. ചേലപ്പറമ്പ് നമ്പൂതിരി നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല. ചേലപ്പറമ്പ് നമ്പൂതിരി 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ച കവി, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജീവിച്ച കവി. അദ്ദേഹം ചെറിയ ഇപ്പോൾ ചാലിയാറിലെ വെള്ളം കുറയണം, ഇതാ ഈ പെൺകുട്ടി, എൻ്റെ കൂടെയുള്ള ഈ പെണ്ണ് നദി കടക്കുന്നത് വരെ, അല്ലയോ ചാലിയാറേ, നീ നിൻ്റെ കാറ്റും ഒഴുക്കും ഒക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നിർത്തി വെക്കണേ എന്നൊരു കവിതയിൽ പറയുന്നു. അംഭോരാശി കുടുംബിനീ തിലകമേ നൽ ചാലിയാറേ തൊഴാം, അൻപെന്നെ പ്രതി കൈവരേണം, അതിനായി ഞാനൊന്ന് സംപ്രാർത്ഥയെ. ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുകയാണ്. അംഭോജാക്ഷികൾ മൗലിയാം ഇവൾ മണിപ്പോതം കടപ്പോളവും ഗംഭീരാരവമോളവും ചുഴികളും കാറ്റും കുറച്ചിടണം. അല്ലെങ്കിൽ പാടത്തിങ്കര നീള നിറമായി വേലിക്കൊരാഘോഷമായി ആടി തൂങ്ങി അലഞ്ഞുലഞ്ഞ് സുഹൃതം കൈക്കൊണ്ട് വാക്യം വിധം പാരാതെ വരിക എൻ്റെ കയ്യിൽ അധുനാ പീയൂഷ ഡംബത്തെയും ഭേദിച്ച് അമ്പൊടു കയ്പവള്ളി തരസാ പെറ്റുള്ള പൈതങ്ങളെ. കയ്പവള്ളിയിൽ ഉണ്ടായ കയ്പയ്ക്കയെ കുറിച്ചാണ്. ചേലപ്പറമ്പ് ഇതെഴുതുന്ന കാലത്ത് ചേലപ്പറമ്പ് നമ്പൂതിരിക്ക് ജാപ്പനീസ് ഹൈക്കൂവിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ സത്യത്തിൽ ഭാഷയുടെയും ഇസായുടെയും യോസാബ് ബൂസൻ്റെയും ഒക്കെ ഹൈക്കൂവിൻ്റെ ഒരു പൾസ്. ചേലപ്പറമ്പ് നമ്പൂരി ഇവിടെ ഇരുന്ന് മുക്തകം എഴുതുന്ന ഏതാണ്ട് ഈ കാലത്ത് തന്നെയാണ് ജപ്പാനിൽ അവരെ ഈ ഹൈക്കു എഴുതുന്നത്. ലോക സാഹിത്യത്തിന് ഈക്വലാ, ചെറിയ ചില വേരിയേഷൻസേ ഉള്ളൂ. ദർശനപരമായ ചില വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയ കാഴ്ചപ്പാട് വളരെ വളരെ ഒരുപോലെയാണ് കാഴ്ചപ്പാട് രണ്ടുപേരുടെയും. ഫിലോസഫിയുടെ ചില ജാപ്പനീസ് ഹൈക്കു കവികളുടെ പിന്നിൽ സെൻ ഫിലോസഫി ഉണ്ട്, ഇവിടെ അതില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് മാറ്റി നിർത്തിയാൽ എഴുതുന്ന രീതി, ആ നോട്ടത്തിൻ്റെ ഒരു സ്വഭാവം, അതൊക്കെ ഒരുപോലെയാണ്. ജാപ്പനീസ് കവിയുടെ പോലെയാണ് 18-ാം നൂറ്റാണ്ടിലെ മലയാള കവിയുടെ. ലോക കവിതയ്ക്ക് ഒപ്പം നിന്നു അദ്ദേഹം. ലോക കവിതയെ അഭിമുഖീകരിച്ചു അറിയാതെ. അറിഞ്ഞ് ചെയ്തവരാണ് കേസരിയെ പോലെയൊക്കെയുള്ള ആൾക്കാർ. അറിഞ്ഞ് ചെയ്തവരാ, ലോക കവിതയെ അറിഞ്ഞ്, ലോക സാഹിത്യത്തെ അറിഞ്ഞ് മുഖാമുഖം നിന്നവരാ. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഏറ്റവും പുതിയ ലോക സാഹിത്യത്തിന് ഫേസ് ടു ഫേസ് നിൽക്കാൻ ഉള്ള കരുത്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.